കേരളത്തിൽ SIR നടപടിക്രമങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുമെന്നുള്ളതാണ്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ആ പട്ടികയിലുണ്ട്. ആദ്യഘട്ടത്തിൽ കേരളത്തിലും SIR നടക്കാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന ആവശ്യം തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിലും SIR, ആദ്യഘട്ടത്തിലും കേരളത്തിലും SIR വരികയാണ്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഈ പട്ടികയിലുണ്ട്. അതിൽ കേരളത്തെ ഒഴിവാക്കണം. കാരണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇപ്പോൾ SIR വന്നാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. അതുണ്ടാക്കുന്ന പ്രാക്ടിക്കൽ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്രത്തെ കൃത്യമായും കേരളം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതുണ്ടാവുന്നില്ല. കേരളത്തിലും SIR എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ബൽറാം നുരങ്ങണ്ടിയിരുന്നു. ബൽറാം, കാര്യകാരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിച്ചതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുകൊണ്ട് കേരളത്തിൽ SIR പ്രാക്ടിക്കൽ അല്ല എന്നുള്ള കാര്യം. പക്ഷേ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല അല്ലേ? ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക ഉണ്ടാവണമെന്ന് പറയുന്നു. ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലാവാം എന്ന ആവശ്യം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തള്ളി എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആദ്യഘട്ട SIR-ൽ കേരളത്തിലും SIR വരുന്നു. ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും SIR വരുന്നു. അടുത്ത വർഷം നടക്കുന്ന അതിൽ കേരളത്തിനൊരു ഒഴിവില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ബൽറാം ചേരുന്നു. ബൽറാം, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ആവശ്യം മുഖവിലേക്ക് എടുക്കാത്തത് എന്നതിനെപ്പറ്റി ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹഷ്മി, കേരളത്തെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശം ഉണ്ടായില്ല. എന്നാൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളെയും അടുത്ത SIR-ന്റെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം, ബീഹാറിന് ശേഷമുള്ള രണ്ടാം ഘട്ടത്തിൽ കേരളവും ഉൾപ്പെടും. കേരളം അടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലാണ് രണ്ടാം ഘട്ട SIR കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ കേരളവും തമിഴ്നാടും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ 12 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക ഇന്ന് രാത്രി 12 മണി മുതൽ നിലവിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിക്കും. അതിനുശേഷമായിരിക്കും നടപടിക്രമങ്ങൾ ആരംഭിക്കുക. BLO-മാരുടെ പരിശീലനം അടക്കമുള്ള നടപടികളിലേക്ക് അടുത്ത ദിവസം മുതൽ തന്നെ കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിന്റെ ഭാഗമായി യുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡിസംബർ 9 അന്തിമ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അതിനുശേഷമുള്ള പരാതികൾ സ്വീകരിച്ച് അത് പരിഹരിച്ചുകൊണ്ടുള്ള അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കും എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 21 വർഷങ്ങൾക്ക് ശേഷം രാജ്യവ്യാപക SIR തുടക്കമാവുകയാണ് നാളെ മുതൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണി മുതൽ. 1951 മുതൽ ഇതുവരെ ഇത് 9ാം തവണയാണ് രാജ്യവ്യാപക SIR വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാകുന്നത്. അതിൽ കേരളവും ഉൾപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനം നേരത്തെ തന്നെ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്ത മാസം ആരംഭിക്കാൻ ഇരിക്കെ കേരളത്തിൽ അതിനുശേഷം വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാം എന്ന ഒരു അഭ്യർത്ഥന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചിരുന്നു. നേരത്തെ രേഖാമൂലവും അതിനുശേഷം പിന്നീട് കഴിഞ്ഞയാഴ്ച ചേർന്ന യോഗത്തിലും കേരളം ഈ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നെങ്കിലും അത് പരിഗണിച്ചിട്ടില്ല. അതേസമയം അസമിന്റെ അഭ്യർത്ഥന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിരിക്കുന്നു. അസമിലെ പൗരത്വ പട്ടിക തയ്യാറായ ശേഷം വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാം എന്നായിരുന്നു അസമിലെ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർ ആവശ്യപ്പെട്ടത്. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് രണ്ടാം ഘട്ടം വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്ന 12 സംസ്ഥാനങ്ങളിൽ അസമിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം കേരളവും ബംഗാളും അടക്കം പുതുച്ചേരിയും അടക്കമുള്ള അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് 4 സംസ്ഥാനങ്ങളെയും 12 സംസ്ഥാനങ്ങളുടെ പട്ടികയിലുണ്ട്. കൂടാതെ ഹിമാലയൻ സംസ്ഥാനങ്ങളെയാണ് ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. മഞ്ഞുവീഴ്ച ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങളിൽ SIR ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്താത്തത്. പൂർണ്ണമായും ബീഹാർ മാതൃക തന്നെ സ്വീകരിച്ചുകൊണ്ടാകും ഈ വോട്ടർ പട്ടികയുടെ രണ്ടാം ഘട്ട പരിഷ്കരണവും നടപ്പാക്കുക എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ വോട്ടർ പട്ടികയിലെ മുഴുവൻ പിഴവുകളും തിരുത്തിക്കൊണ്ട്, നിലവിലുള്ള വോട്ടർ പട്ടികയിലെ മുഴുവൻ പിഴവുകളും തിരുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യവ്യാപക SIR എന്ന പ്രഖ്യാപനത്തിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉയർന്നിരുന്നു. അത് വലിയൊരു തരത്തിൽ വോട്ടുകൾ വെട്ടി ഒഴിവാക്കാനുള്ള നീക്കമാണെന്ന വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. അത് പൂർണ്ണമായും തള്ളിക്കൊള്ളുകയാണ് ഈ വാർത്താ സമ്മേളനത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.